നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂകെറ്റ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ വിസ സംബന്ധമായിട്ട് കേരളത്തിൽ തന്നെ പലവിധ ആളുകളാൽ വഞ്ചിക്കപ്പെടുന്ന അഥവാ ചതിക്കപ്പെടുന്ന വിശ്വാസവഞ്ചനയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ ഗൾഫ് മേഖലകളെക്കുറിച്ച് സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഗൾഫിൽ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടുകൾ, സകലവിധ കഷ്ടപ്പാടുകളും തീരും അല്ലെങ്കിൽ തീരണം എന്ന് വച്ചിട്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുകയും അതിനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ ഇത് മുതലാക്കിക്കൊണ്ട് ഏകദേശം ഒരുപാട് കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ ചതിയുടെയും വഞ്ചനയുടെയും കേസുകളാണ്. ഇതിൽപ്പെട്ട് അകപ്പെടുന്നതായിട്ട് വളരെ പാവപ്പെട്ട ആളുകളുമാണ്. അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ഗൾഫിലേക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല ജോലിയിൽ പ്രവേശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അപ്പോൾ ആ ത്വര മാത്രമേ ചിന്തയിലുണ്ടാവുള്ളൂ. പക്ഷേ ചതി എന്താണെന്ന് അവർക്ക് ആർക്കും അറിയില്ല. പെട്ടെന്ന് തഴച്ചു വളരുന്ന പിന്നെ എയർ ട്രാവൽസുകൾ, അതുപോലെ വിസ മാർഗങ്ങൾ, വിസയെ പറ്റിയുള്ള മറ്റ് അപ്ഡേറ്റുകൾ പത്രങ്ങളിലെല്ലാം, അതുപോലെ സോഷ്യൽ മീഡിയകളിലും എല്ലാം ഉണ്ട്. അതിൽ ചതിയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഒരുപാട് ടീമുകളുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു വിസ വന്നു. അപ്പോൾ ആ വിസയെ പറ്റി കൂടുതലൊന്നും ചിന്തിക്കാതെ കണ്ട് ചിലപ്പോൾ പകുതി പൈസ കൊടുത്തു. എന്നിട്ട് പിന്നെ ആ പകുതി പൈസയും കൊടുത്തിട്ട് ഒരു 10-12 ആളെ ഇവർ റിക്രൂട്ട് ചെയ്യുന്നു. ഇവരവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആളുകൾ ആ കമ്പനിയിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ ഉദിക്കുന്നില്ല. പിന്നെ നമ്മൾക്ക് എന്ന് വെച്ചിട്ട് വിസ തന്നത് പിന്നെ ആരാ? എന്തായിരിക്കും ആ കടലാസിൻ്റെ ഇത് അപ്രൂവ്ഡ്? സത്യം പറഞ്ഞാൽ ഇത് അപ്രൂവ്ഡ് ആണോ എന്നറിയാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. നമ്മൾ ശ്രമിക്കാതെയാണ് ആളുകളുടെ വലയിൽപ്പെട്ടു പോയത് എന്നുള്ളത്. പിന്നെ ആളുകൾ റിട്ടേൺ വരുമ്പോൾ കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ട്രാവൽസിനെ കാണുന്നില്ല. ഗവൺമെൻറ് അന്വേഷിച്ചാലും യാതൊരു തുമ്പും കിട്ടുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ട്രാവൽസ് അപ്രൂവ്ഡ് ആണോ അതോ ഗവൺമെൻറ്റിൽ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്നതാണോ എന്നറിയേണ്ടത് ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഇവർ പറയുന്ന റിക്രൂട്ട്മെൻറ്റിനെ പറ്റി നോർക്കയിൽ വല്ല റിപ്പോർട്ടും വന്നിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കുക. അപ്പം നോർക്കയിൽ റിപ്പോർട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് നിയമം. അപ്പം നോർക്കയിൽ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ആ വിസയ്ക്ക് പൈസ കൊടുക്കരുത്. ഇതിനാണ് നോർക്ക സ്ഥാപിച്ചിരിക്കുന്നത്. നോർക്ക കൊണ്ട് ഒരുപാട് മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ, എംബസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും എല്ലാം ഈ രാജ്യവും ആ രാജ്യം കൂടിയിട്ട് ഏത് രാജ്യത്തേക്കാണോ നമ്മൾ പോകുന്നത് ആ രാജ്യവുമായിട്ടുള്ള ബാക്കി സമ്പർക്കങ്ങളൊക്കെ നോർക്ക മുഖേനയാണ് ചെയ്യുന്നത് ഗവൺമെൻറ്. അപ്പം നോർക്ക അറിയാതെ അത് സംഭവിക്കുന്നില്ല. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തന്ന ഈ വിസ ഉണ്ടല്ലോ, ആ വിസ ഒറിജിനൽ വിസയുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ്. ഈ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയുമായി ചെന്നപ്പോഴാണ് അവിടെ ഒറിജിനൽ ആ വിസയിൽ ജനങ്ങൾ പ്രവേശിച്ച് ജോലി ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടത്.
ഇവിടെ നിങ്ങൾ വന്നപ്പോൾ ട്രാവൽ പിന്നെ യാതൊരു അഡ്രസ്സും ഇല്ലാതെ രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതേ ട്രാവൽ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്നിട്ടും അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വേറെ എവിടെയെങ്കിലും ബോർഡ് സ്ഥാപിക്കുന്നു. ഉടൻ ആവശ്യമുണ്ട്, അർജൻറ്റ് റിക്വയർഡ് ഫ്രം അബുദാബി അല്ലെങ്കിൽ UK അല്ലെങ്കിൽ കുവൈത്ത് ഇങ്ങനെയുള്ള അഡ്രസ്സിൽ വീണ്ടും പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ പറ്റിച്ചവർക്ക് ഈ ഇവിടുന്ന് കിട്ടുന്ന ആളുകളുടെ പൈസ കുറച്ചേച്ച് കൊടുത്ത് ഒഴിവാകാൻ നോക്കുന്നു. പോലീസൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരിക്കും, വക്കീലുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു വലിയൊരു ഗ്യാങ് പ്രവർത്തിക്കുന്നു. ഇവരുടെ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നേരാവലുണ്ടാവില്ല. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഒരു പെൺകുട്ടി പോയി, അവളെ ഒരു ചങ്ങാതി അവിടെ കയറ്റി വിട്ടു. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവളെ മാംസവില്പന നടത്തുന്ന ഒരു ക്യാമ്പിലാണ് അവൾ ചെന്ന് പെട്ടത്. അവിടുന്ന് അവൾ യാദൃശ്ചികമായിട്ട് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇവിടെ വന്നിട്ട് പിന്നെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അങ്ങനെ SP അന്വേഷിച്ചു. SP അന്വേഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലുള്ള ഒരാളാണ് അതിൻ്റെ പിന്നിലെന്ന് മനസ്സിലായി. അപ്പോഴേക്കും അവിടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അവരെ പിടികൂടി. അതിൽ മുസ്ലിം സ്ത്രീയടക്കം 4 ആണുങ്ങളെ അവിടെ പിടിച്ചു. ഇവിടുന്ന് നേഴ്സിങ്ങിനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയ പെൺകുട്ടികളാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വിസ എന്ന് കേട്ടാൽ വായും പൊളിച്ച് അങ്ങോട്ട് ഓടാൻ നിൽക്കരുത്. ആദ്യം നമ്മൾ നോർക്കയുമായി ബന്ധപ്പെടേണ്ടതാണ് എന്ന് ഈ അപ്ഡേറ്റിൽ നിങ്ങൾക്ക് നൽകുന്നതിനാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ ചെയ്തത്. പിന്നെ നമ്മളെ സുഹൃത്തുക്കൾ മുഖേനൊക്കെ വിസ കിട്ടും, എഗ്രിമെൻ്റ് വിസ കിട്ടും. അതുപോലെ മറ്റേ ഈ വിസയിൽ നിന്നും മറ്റ് പാർട്ട് ജോലി ചെയ്യാനുള്ള വിസ കിട്ടും. സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല ആ വിസക്ക്. ഒരുപക്ഷെ അറബി അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കയറ്റി വിടും. ഇങ്ങനെയൊക്കെയാണ്. കമ്പനി വിസ ആകുമ്പോൾ ട്രാവൽ ഏജൻസി അത് ഈ ഗവൺമെൻറ് ഇതുവരെ അംഗീകരിച്ച നല്ല കമ്പനിയാണോ എന്ന് നോക്കിയിട്ട് പോകുന്നതായിരിക്കും വളരെ ഉത്തമം. ഇത്തരം നല്ല കമ്പനികൾ ഇഷ്ടംപോലെ പ്രവർത്തിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുപക്ഷെ അവരുടെ ബോർഡ് തന്നെ തൂക്കിയിട്ട് ചിലപ്പോൾ ആളുകൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് നല്ലൊരു കമ്പനിയുടെ ബോർഡ് തന്നെ മറ്റൊരു സ്ഥലത്തിൽ കൊടുന്ന് തൂക്കിയിട്ട് ഞങ്ങൾ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി അവരുടെ മറ്റേ അഫിലിയേറ്റഡ് ആണെന്നും പറഞ്ഞിട്ട് വിസ വിൽക്കുന്നവരുണ്ട്. ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾക്ക് വിധേയരായിക്കൊണ്ട് നമ്മൾ വീണ്ടും നമ്മൾ അതേ തട്ടിപ്പിന് വിധേയരാകുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു മെൻറ്റാലിറ്റിയാണ്. അതായത് അവിടെ ഒരു ജോലി കിട്ടി എങ്ങനെയെങ്കിലും കഷ്ടപ്പാടൊക്കെ തീരും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. പക്ഷേ ചിട്ടി പിടിച്ചിട്ടും മറ്റുമാണ് ചില ആളുകൾ ഈ പൈസ ഒക്കെ കൊടുക്കുന്നത്. ഇതൊന്നും ഈ കണ്ണിൽ ചോരയില്ലാത്ത യുവമാരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർക്കയുമായി ബന്ധപ്പെടേണ്ടതാണ്. ആ നോർക്കയുമായി ബന്ധപ്പെട്ട ശേഷം അവർ പറയുകയാണ് ഈ വിസ ശരിക്കുള്ളത് തന്നെയാണ്, ആവശ്യമുള്ളതുമാണ്, ഇതിൻ്റെ ആവശ്യക്കാരൻ്റെ പേരാണ് ഇന്ന രീതിയിലുള്ളത്, ഇത് ഇത്രയും മാസത്തിൻ്റെ ഉള്ളിൽ കൊടുത്തോളണം എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് ഈ ട്രാവലാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു വീഡിയോ ഇടുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.